ഹലോ വെൽക്കം ബാക്ക് ടു മൈ ട്രാവൽ വ്ലോഗ്. ക്ഷീണം മാറാനുള്ള ഉറക്കമൊന്നും ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടുണ്ടല്ലോ. കുളിച്ച് റെഡി ആയിട്ട് ദേ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലോട്ട് വന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ആർക്കും ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ക്ഷേത്രത്തിനകത്ത് മിക്കതും മലയാളികൾ തന്നെ കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ആന്ധ്രക്കാരുണ്ടായിരുന്നു, പിന്നെ നോർത്ത് ഇന്ത്യൻസ് വളരെ കമ്മിയായിരുന്നു. പിന്നെ ദേ എന്റെ രണ്ട് പെങ്ങാണ്ടികളെ, അവരൊന്നും ഒതുക്കി പിടിക്കാൻ പറ്റ പാടുണ്ടല്ലോ. ആരടുത്ത് നിർത്തിയാലും കാര്യമില്ല കേട്ടോ, അവർ ഓടിപ്പോകും. നമ്മളെ കയ്യിലേ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഒന്നില്ലെങ്കിൽ ഒക്കത്തെ ഇല്ലെങ്കിൽ കയ്യിലായിരുന്നു. ഞാനും ഹസ്ബൻഡും വഴിപാടിന്റെ കാര്യം നോക്കിയപ്പോ ബാക്കി എല്ലാരും കൂടി ചേർന്നിട്ടോ കേട്ടോ കുട്ടികളെ നോക്കിയത്. ഇവരെ കാണുന്നത് പോലെയല്ല കേട്ടോ, ഭയങ്കര വികൃതിയാണ്. കുരുത്തക്കേടിന്റെ അങ്ങേ അറ്റാണെന്ന് വേണമെങ്കിൽ പറയാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമക്കുട്ടിയുടെ അച്ചൂട്ടിന്റെ ഇത് ഫസ്റ്റത്തെ ട്രിപ്പാണ് കേട്ടോ. ഇതിനു മുമ്പ് ഇത്രയും ലോങ് ജേണി അവർ ചെയ്തിട്ടില്ല, അതായത് ടൂർ പോലെ. മിഡ് നൈറ്റ് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു നാളെ ശനിയാഴ്ച അല്ലേ തിരക്കുണ്ടാവുമോ എന്നുള്ളത്. അവര് പറഞ്ഞു നല്ലോണം തിരക്കുണ്ടാവുന്നു. അതേപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്പെഷ്യൽ ക്യൂ എടുത്തിട്ട്, കാരണം പിള്ളേരുള്ളത് കൊണ്ടല്ലേ, ഇല്ലെങ്കിൽ ഞങ്ങള് ക്യൂവിൽ നിന്ന് തൊഴുവായിരുന്നു. ഇതിപ്പോ സ്പെഷ്യൽ ക്യൂ എടുത്തിട്ട് നമ്മള് കയറി തൊഴുതു കേട്ടോ. സ്പെഷ്യൽ ക്യൂവിന് പെർ ഹെഡ് 100 റുപ്പീസ് ആയിരുന്നു. കുട്ടികൾക്ക് വേണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും അകത്ത് കയറി ദേവിയെ കണ്ട് പ്രാർത്ഥിച്ച് ഇറങ്ങിയിട്ട് പിന്നെ നെയ്വിളക്ക് കൊളുത്താണ്ടായിരുന്നു, അത് കൊളുത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാട്ടോ നമ്മള് ഹോട്ടൽ റൂമിലോട്ട് വന്നത്. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ട് എക്സിറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റിലുള്ള ഒരു ഹോട്ടലിലാട്ടോ നമ്മൾ കയറിയത്. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ അവിടുത്തെ. കഴിച്ച ശേഷം പിന്നെ എല്ലാവരും കിടന്നുറങ്ങി കേട്ടോ. എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് ഞാനും കിടന്നുറങ്ങി. 1 മണിക്കൂർ ഉറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ വിട്ടു മരവന്ത ബീച്ച് കാണാൻ കേട്ടോ. ഒരു അടിപൊളി കാഴ്ചയായിരുന്നു ആ ബീച്ച്. ഹോട്ടലിൽ ഞങ്ങള് 11:45 12 മണിന്റെ ഉള്ളിലൊക്കെ ചെക്ക് ഔട്ട് ചെയ്തു കേട്ടോ. പക്ഷെ അതിന് വണ്ടിയുടെ മേലെ സാധനങ്ങൾ വെക്കാനായിരുന്നു സമയം എടുത്തത്. എല്ലാ പെട്ടിയും പെറുക്കൊക്കെ എടുത്ത് വെച്ച് കെട്ടി ഞങ്ങള് നേരെ വിട്ടു മരവന്ത ബീച്ചിലേക്ക് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ ബീച്ച്. ഇതേ അവിടത്തെ ഇപ്പൊ കണ്ട കാഴ്ചയാണ് കേട്ടോ. അത് റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണേ. ഏതോ ഒരു കപ്പിളാണ് തോന്നുന്നു. എന്തായാലും അവരുടെ പണി അവർ ചെയ്യട്ടെ. നമ്മളെ കണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല, അവർ ഒറ്റ തവണ കേട്ടോ ഷൂട്ട് ചെയ്തോളും, പിന്നെ ഷൂട്ട് ചെയ്തില്ലേ. പിന്നെ ഞങ്ങളിത് ഒക്കെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. അമ്മാര് ചൂടായിരുന്നു കേട്ടോ അവിടെ. എന്താണ്ടേ കുട്ടി പട്ടാളത്തിനൊക്കെ ഓരോ ഗോഗിൾസ് ഒക്കെ വെച്ച് കൊടുത്ത് നേരെ ബീച്ചിലോട്ട് ഇറങ്ങാൻ പോവാ. മരവന്ത ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കർണാടക കോസ്റ്റൽ റീജിയനിലാണ്. അതുപോലെ ഈ മരവന്ത ബീച്ചിന്റെ ഒരു സൈഡ് സൗബർണിക റിവറും ഒരു സൈഡ് അറബിയൻ സീയാണ്. ഈ ബീച്ചിന്റെ ഭംഗി ഈ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നതാട്ടോ. പുലിമൂട്ടോ അങ്ങനെ എന്തോ അല്ലേ ഇതിനെ പറയാ, എനിക്കും ക്ലിയർ ആയിട്ട് അറിയില്ല കേട്ടോ. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. വളരെ ആവേശത്തോടു കൂടി തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ബീച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങിയ ടൈമിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വണ്ടിയിൽ കയറിയ ശേഷം നല്ലോണം ചൊറിച്ചിലായിരുന്നു. കാരണം ഞാൻ എന്റെ ചെരുപ്പൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് കൈ മുക്കിയിട്ടുണ്ടായിരുന്നു വെള്ളത്തില്. അതുകൊണ്ട് എന്റെ കൈയായിരുന്നു കേട്ടോ ചൊറിയുന്നുണ്ടായിരുന്നത്. ഉച്ചയായപ്പോൾ നല്ലൊരു ഹോട്ടലിൽ കയറി. നല്ലൊരു ഹോട്ടലിലാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ കയറിയപ്പോൾ ഒരു ഉപ്പേരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒഴിച്ചു കറിയായിട്ട് സാമ്പാറല്ല, സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ ദാൽ ഉണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു കേട്ടോ, പച്ചമോരുണ്ടായിരുന്നു. ഒക്കെ കൂട്ടിയിട്ട് പിന്നെ വേഗം വേഗം ഭക്ഷണം കഴിച്ചു. കാരണം നല്ല അടിപൊളി വിശപ്പായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ കഴിച്ചിട്ട് വേഗം വണ്ടിയിൽ കയറിയിരുന്നു കേട്ടോ. ഹോട്ടലിൽ മീൽസ് മാത്രമേ കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അവരോട് ചോദിക്കുകയും ചെയ്തത് മസാല ദോശ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. നമ്മുടെ കൂട്ടത്തിലുള്ള 1-2 പേർക്ക് മസാല ദോശ വേണമായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറിയിട്ട് അവിടുന്ന് 1 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾ എത്തിയമ്പൂർ ടീച്ചറിലേക്ക്. നമ്മളിവിടെ സ്റ്റേ ആദ്യം തന്നെ ബുക്ക് ചെയ്തതായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ എത്തുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് വേറൊരാൾ വന്നിട്ട് ആ റൂം എടുത്തു. പിന്നെ ഇവര് വേറെ ഏതൊക്കെയോ റൂമൊക്കെ പോയി നോക്കി. പിന്നെ അവൈലബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ശനിയാഴ്ച ആയതുകൊണ്ട്, ശനി ഞായർ ആയതുകൊണ്ട് അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ പിന്നെ ഈ ഹോട്ടലിലത്തെ ചേട്ടൻ തന്നെ ശരിയാക്കി തന്നു കേട്ടോ റൂം. നമ്മുടെ റൂം അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു കേട്ടോ. ആ ഹോട്ടലിലും കോമൺ ആയിട്ട് ഒരു സാധനം എന്തായാലും ഉണ്ടാവും, മെഡിമിക്സിന്റെ സോപ്പ്. ഇവിടെ പിന്നെ മെഡിമിക്സിന്റെ സോപ്പ്, ഒരു ടവല്, 2 വാട്ടർ ബോട്ടില്, പിന്നെ ബ്ലാങ്കറ്റ്സ് ഉണ്ടായിരുന്നു. അവിടുത്തെ വാഷ്റൂം എല്ലാം നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. ഹോട്ടലായാലും എന്താ ബ്ലാങ്കറ്റ്സ് അവർ തരില്ലേ? ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് കേട്ടോ. ഞാനേ അത് പിന്നീട് വെച്ചിരിക്കുകയാണ് അതിനുള്ള മറുപടി. അപ്പൊ ദേ ഈ വ്യൂ ഒന്ന് കണ്ടു നോക്കിയേ.
1-2 ദിവസത്തെ ഉറക്കക്ഷീണവും യാത്രാക്ഷീണമൊക്കെ ബാക്കിയുണ്ടേ. അതൊക്കെ അങ്ങോട്ട് തീർത്തിട്ടുണ്ടല്ലോ നേരെ ഇറങ്ങി കേട്ടോ അമ്പലം ചുറ്റാൻ. എന്തായാലും നമ്മുടെ ടൈമിംഗ് തെറ്റിയില്ല. നൈറ്റ് വന്നത് എന്തായാലും നന്നായല്ലോ. ഞാൻ നൈറ്റ് വ്യൂ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് കാണുന്നത്. പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ക്ലോക്ക് റൂമിൽ ചെരുപ്പം വെച്ചിട്ട് നേരെ ഞങ്ങൾ പോയി ഭഗവാനെ തൊഴാൻ ട്ടോ. അവിടെ പോയി നോക്കുമ്പോ ഉണ്ടല്ലോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. 5 മിനിറ്റിനുള്ളിൽ തന്നെ വരിയൊക്കെ നീങ്ങിയിട്ട് ഭഗവാനെയൊക്കെ കണ്ടു. നമ്മുടെ നാട്ടിലൊക്കെ ഗണപതിയുടെ വിഗ്രഹം മോസ്റ്റ്ലി ബ്ലാക്ക് കളറിലാണ് ഉണ്ടാവുക. ഇവിടെ ഒക്കെ കളർഫുൾ ആയിരിക്കും ട്ടോ. അപ്പൊ ബ്ലാക്ക് കളറിലുള്ള ഗണപതിയെ കണ്ടിട്ട് ഇവർക്ക് കൗതുകമായിരുന്നു കേട്ടോ. ഗണപതിയുടെ വിഗ്രഹം അവിടെ കുത്തിവെച്ചത് കണ്ടിട്ട് അവര് ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവപ്രതിമയാണ് കേട്ടോ മുരുടേശ്വറിലുള്ളത്. വേൾഡിലെ തന്നെ 3ാമത്തെ ടോളസ്റ്റ് സ്റ്റാച്യു ആണ് കേട്ടോ നമ്മുടെ ഈ മുരുടേശ്വരത്തുള്ളത്. ഈ സ്റ്റാച്യു നിർമ്മിക്കാനായിട്ട് 50 മില്യൺ വരെ വേണ്ടി വന്നു എന്നുള്ളത് ഞാനും ഈ ഇടയ്ക്കാണ് അറിഞ്ഞത്. ഒന്നും കൂടി ക്യൂരിയോസിറ്റി ആയി അമ്പലത്തിനെ പറ്റിയിട്ട് അറിയാൻ. അങ്ങനെയാണ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ 50 മില്യന്റെ അടുത്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഗൂഗിളിലും പറയുന്നത് കേട്ടോ. അതുപോലെ കണ്ടുക പറഞ്ഞ ഒരു ഹിൽ ഏരിയയിലാണ് ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. 3 കടലും കൂടി കൂടിച്ചേർന്ന ഭാഗത്താട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ആ ഗോപുരം ഹാ എന്താ ഭംഗിയില്ലേ കാണാൻ. ഗോപുരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ 237 അടിയാണ് അതിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ തന്നെ 2ാമത്തെ ടോളസ്റ്റ് ഗോപുരമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഞങ്ങൾ ഇതിനെ കുറച്ചു നേരം അവിടെയൊക്കെ തൊഴുത് ഒന്ന് റിലാക്സ് ആയിട്ട് ഭഗവാന്റെ ഹിസ്റ്ററി ഒക്കെ കേട്ട് അറിഞ്ഞ് അവിടെ അങ്ങനെ ഇരുന്നു. എല്ലാരും കൂടി മട്ടം കൂടി ഇരുന്നിട്ട് നാളത്തെ ജേർണിയും പ്രീ പ്ലാനിങ് ഒക്കെ ചെയ്യായിരുന്നു കേട്ടോ. ഭഗവാന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ശനീശ്വരന്റെ അമ്പലം ഉണ്ട്. അവിടെ പോയി ഞങ്ങൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി കേട്ടോ. കോസ്റ്റൽ ഏരിയയിലെ ഫുഡും അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ ആയാലോ. ഇന്നത്തേക്ക് നിർത്താം അല്ലേ. ഓക്കെ ബൈ.